നമസ്കാരം. പ്രൈം ടൈമിലേക്ക് വിശദമായി ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജിപ്രഖ്യാപനമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് രാജി. മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് രാജിക്കത്തിൽ പരാമർശം. മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിനീത വിജയിച്ചിരുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ മണിപ്പൂർ കലാപത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു 2 വർഷത്തോളം അതിങ്ങനെ നീറിപ്പുകയുന്നുണ്ടല്ലോ മണിപ്പൂരിന്റെ മനസ്സിൽ. ഒടുവിലാണ് ഇപ്പോഴത്തെ ഈ രാജി. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിപ്പൂർ സംഘർഷം ആരംഭിച്ച ഏതാണ്ട് 1.5 വർഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം രാജിക്ക് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ കൂടിയുണ്ട്. നാളെ മണിപ്പൂരിൽ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അടക്കം കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കം ഇതിനോടകം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് ഈ രാജിക്ക് പിന്നിലെന്നും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഈ അവിശ്വാസ പ്രമേയ നീക്കവും രാജിക്കിടയാക്കിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നാണ് ആ രാജിക്കത്തിലടക്കം ബിരേൻ സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേന്ദ്രത്തോട് ചില നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് പിന്നാലെ മണിപ്പൂരിൽ ഇനി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും എന്ന ചില സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉന്മേഷ്, വിനീത, അങ്ങനെയെങ്കിൽ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷയുടെ പ്രതികരണം വരുന്നുണ്ട്, BJP-യുടെ. ഇത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാജി എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇനിയെങ്കിലും മണിപ്പൂർ സന്ദർശിക്കണമെന്ന്. അങ്ങനെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലോ വിനീത. തീർച്ചയായും ഉന്മേഷ്, നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു ആവശ്യമായിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാം, മണിപ്പൂർ ജനതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹം കേൾക്കണമെന്നൊരു ആവശ്യം അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോഴും അതേ ആവശ്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ ബിരേൻ സിംഗിന്റെ രാജിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് മണിപ്പൂരിലെ സാധാരണക്കാരുടെ, മണിപ്പൂരിലെ ജനങ്ങളുടെ സമ്മർദ്ദമാണ് ഈ രാജിക്ക് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസ് നാളത്തെ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതും ഈ രാജിക്ക് കാരണമായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം, മണിപ്പൂരിലെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബിരേൻ സിംഗിനെ മാറ്റണമെന്നൊരു ആവശ്യം മണിപ്പൂരിലെ BJP നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിന്റെ കൂടി പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ബിരേൻ സിംഗ് രാജിവെക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നത് ഡൽഹിയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബിരേൻ സിംഗിനെ നേരിട്ട് ഇവിടെ ഡൽഹിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇവിടെ എത്തി ആ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തിരിച്ച് അദ്ദേഹം മണിപ്പൂരിലേക്ക് പോവുകയും രാജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശാരദാദേവി മണിപ്പൂരിലെ BJP അധ്യക്ഷയാണ്. ശാരദാദേവി പറയുന്നത് സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ആ രാജിവെക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ അഖണ്ഡതയും ജനങ്ങളുടെ സംരക്ഷണത്തിനും ഒരു കുറവും ഉണ്ടാകരുത്, അത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന ആവശ്യം അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യവും ശാരദാദേവി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലേറെ വ്യത്യസ്തമായി തോന്നിയത് ഈ രാജി കത്തിൽ പോലും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബിരേൻ സിംഗ്. അങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നുള്ള എൻ ബിരേൻ സിംഗിന്റെ പടിയിറക്കം. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ആ നാട്ടിലെത്തിയും അവിടുത്തെ കലാപത്തിന്റെ തീവ്രത നേരിട്ട് കണ്ട ആൾ കൂടിയാണ് വിനീത. ഇപ്പോൾ അവിടെ നിന്ന് രാജ്യപ്രഖ്യാപനം വരുന്നു എൻ ബിരേൻ സിംഗിന്റെ. നമ്മൾ ഇനി പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. BJP ചരിത്ര വിജയമാണ് ഡൽഹിയിൽ നേടിയത്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെ അധ്യക്ഷതയിൽ നിയുക്ത MLA-മാരുടെ യോഗവും ചേർന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുക. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, MLA-മാരുടെ യോഗം കഴിഞ്ഞല്ലോ, അത്തരമൊരു ധാരണയില്ലെന്നാണോ? ഈ പ്രധാനമന്ത്രിയുടെ യോഗത്തിലായിരിക്കുമോ ഈ തീരുമാനം? ബൽറാം,
ഉന്മേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ തന്നെയായിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ ചേർന്നായിരിക്കും ആ യോഗം. ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ന് ചേർന്ന 2 യോഗങ്ങൾ എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനും തമ്മിൽ അമിത്ഷായുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ പ്രാഥമികമായി ചർച്ചകൾ, എന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വിളിച്ച യോഗം 48 നിയുക്ത MLA-മാർക്കൊപ്പം തന്നെ 2 MP-മാരും പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ യോഗത്തിന് ഒന്നാകെയും അഭിപ്രായം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ അംഗങ്ങളെയും, ഓരോ നിയുക്ത MLA-യെയും അടുത്ത് വിളിച്ച സംസ്ഥാന അധ്യക്ഷൻ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരം നൽകിയിട്ടുണ്ട്. ഈ പല പേരുകൾ നിലവിലും ഇപ്പോൾ ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായുള്ള വിവരങ്ങളാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. അത് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, വിജേന്ദർ ഗുപ്ത നിലവിലെ പ്രതിപക്ഷ നേതാവ്, കൂടാതെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയ സ്ഥാനാർത്ഥി അടക്കമുള്ള നിരവധി പേരുകൾ ഈ ഘട്ടത്തിലും പരിഗണനയിലുണ്ട്. എങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം അത് അന്തിമമായിരിക്കുമെന്നും നേരത്തെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സമാനമായ ഒരു സസ്പെൻസ് ഡൽഹിയിലും ഉണ്ടാകും എന്നുമുള്ള സൂചനകളും BJP ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആര് എന്ന ചോദ്യം ഈ ഒരു ഘട്ടത്തിലും, അതായത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോഴും നിലനിൽക്കുകയാണ്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ യോഗത്തിന് ശേഷം മാത്രമേ ഡൽഹി മുഖ്യമന്ത്രി ആരെന്നതിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ആര് ഭരിച്ചാലും മണിപ്പൂരിൽ സമാധാനമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അവരുടെ പ്രതികരണമായി അറിയിക്കുന്നത്. എറണാകുളം പാലാരിവട്ടത്ത് തീപിടുത്തം. വാഹന ഗ്യാരേജിലാണ് തീപിടുത്തമുണ്ടായത്. 3 അഗ്നിരക്ഷാസേന യൂണിറ്റുകളെത്തി തീയണച്ചു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ഉന്മേഷ്, 7 മണിയോടുകൂടിയാണ് പാലാരിവട്ടത്ത് തൊട്ടടുത്തുള്ള ഈ ഒബ്രോൺ മാളിന് സമീപത്തുള്ള ഒരു വാഹന ഗ്യാരേജിൽ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം എവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ആ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തീ ഉയർന്നു കണ്ടെത്ത് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. തുടർന്ന് തൃക്കാക്കരയിൽ നിന്നും അതോടൊപ്പം തന്നെ ഗാന്ധിനഗറിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണക്കുകയായിരുന്നു. മറ്റിടങ്ങളിലേക്ക് തീ പടർന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. തൊട്ടടുത്ത് ഹോട്ടലുകൾ അടക്കമുണ്ടായിരുന്നു. നിരന്തരം ആൾസഞ്ചാരമുള്ള അല്ലെങ്കിൽ വലിയ തിരക്കുള്ള പ്രദേശമാണ്. അങ്ങോട്ടേക്കൊന്നും തീ പടർന്നില്ല. അതിനു മുമ്പ് തന്നെ കൃത്യമായി തീ നിയന്ത്രിക്കാനായി. ഗ്യാരേജിനകത്തുണ്ടായിരുന്ന ഓഫീസ് മുറിയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില മെഷീനുകളും പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം നാളെയോടുകൂടി വിശദമായ പരിശോധനയ്ക്ക് ശേഷം അറിയിക്കും എന്നാണ് ഫയർഫോഴ്സ് ലഭിച്ച വിവരം. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തെ എതിർക്കുന്ന കൃഷിവകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത്. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണെന്നും കൃഷി ഓഫീസറുടെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഈ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷി വകുപ്പ് തള്ളി. 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുത് എന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷിവകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് CPIM ആവർത്തിക്കുന്നത്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് CPM കരുതുന്നതും. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ 2 എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പല കോണുകളിൽ നിന്ന് പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. മാർത്തോമാ സഭ കൂടി ഇപ്പോൾ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള തീരുമാനം നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയാണെന്നും വിമർശനം. മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തെ തുറന്നു വിമർശിച്ചു. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? പാലക്കാട്ട് ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സമയബന്ധിതമായി കർമ്മ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ നീതി കൈവിടരുത്. കേരളത്തിൽ നവീൻ ബാബു എന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ വേർപാട് കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അപജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവകൃപയുടെ തണൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സർക്കാരുകളും നേതൃത്വമുള്ളവരും ഒരു സാഹചര്യത്തിൽ നീതിബോധം കൈവിടരുത്. മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്നുവെന്നും ഇത് ചെറുക്കണമെന്നും മാർത്തോമാ സഭാധ്യക്ഷൻ ആഹ്വാനം ചെയ്തു. 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തു. 24 പത്തനംതിട്ട. ഇന്നലെ 24 നൽകിയൊരു വാർത്തയുണ്ടായിരുന്നു. കൊച്ചിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ലോറി ഡ്രൈവർ ക്രൂരമായി മർദ്ദിച്ച വാർത്ത. ഇപ്പോൾ ആ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നുള്ള വാർത്ത ഇപ്പോൾ വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും അടിയന്തര റിപ്പോർട്ട് നൽകാനും സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് വിഷ്ണു അറിയിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത കാർഷിക മേഖലയിലെ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താൻ തീരുമാനം. ഈ മാസം 15-ന് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. കാർഷിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവരെ അവഗണിക്കുന്നുവെന്നാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ വിമർശനം. പലതവണ വിഷയം സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ രൂപത തീരുമാനിച്ചത്. ബജറ്റിലടക്കം കർഷകരെ അവഗണിച്ചതോടെ കർഷകരുടെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവർ പിന്തുടരുക. വോട്ടുള്ളിടത്ത് അവരുണ്ട്, അല്ലാത്തടത്ത് അവർ നിൽക്കുന്നില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾക്ക് നന്മ നോക്കി ഒരു നിലപാടെടുക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നവൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശബ്ദമുള്ളവൻ്റെ കൂടെ നിൽക്കുക, വോട്ടുള്ളവൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. ഈ മാസം 15-ന് മാങ്കൊമ്പിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താനാണ് തീരുമാനം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് സഭ ഇറങ്ങുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ജനങ്ങൾക്ക് നല്ലൊരു സമുദായ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പലപ്പോഴും ക്രൈസ്തവര് ആദരിക്കപ്പെടേണ്ടതിന് പകരം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം തന്നെ ഉണരണം. അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവണം. രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടേണ്ടതില്ലെന്ന് പറയുമ്പോഴും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ സഭ നിലപാട് ഘടിപ്പിച്ചത് നിർണായകമാകും. ടോബി ജോൺസൺ, 24 കോട്ടയം. സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാരി രംഗത്തെത്തിയ ദിവസമാണ്. ഭൂനികുതി വർധന കർഷക വിരുദ്ധം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നു എങ്കിൽ, ഭരണകൂടം കരുതുന്നു എങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല.
ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. അടുത്തൊരു വാർത്ത സങ്കടകരമായ വാർത്തയിലേക്കാണ്. തൃശൂർ നെന്മണിക്കരയിൽ പനി ബാധിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. നെന്മണിക്കര തട്ടിൽ പിടിയത്ത് മെജോ സിജി ദമ്പതികളുടെ മകൾ കരോളിൻ ആണ് മരിച്ചത്. സൂരജ് സജ്ജുവിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പനി ബാധിച്ച് ചികിത്സയിൽ ഇരിക്കെയാണ് നെന്മണിക്കരയിലുള്ള 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത്. നെന്മണിക്കര തട്ടിൽ പീഡിയത്ത് സ്വദേശി മെജോ അതുപോലെ തന്നെ സിജി ദമ്പതികളുടെ മകൾ കരോളിനാണ് മരിച്ചത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള നടപടി ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും പക്ഷേ ഈ പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ജീവൻ നഷ്ടമാകുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 മാസം മാത്രമായിരുന്നു കുട്ടിയുടെ പ്രായം. എന്തായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ ലോറി ഡ്രൈവർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റിപ്പോർട്ട് തേടി. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കുമാണ് നിർദ്ദേശം നൽകിയത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇത് നമ്മൾ ഇന്നലെ നൽകിയ വാർത്തയാണല്ലോ, എന്താണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം? വിഷ്ണു. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് പാലാരിവട്ടത്ത് ട്രാൻസ്ജെൻഡറിനെ അതിക്രൂരമായ ലോറി ഡ്രൈവർ മർദ്ദിച്ചത്. ഈ മാലിന്യം തള്ളുന്ന ചോദ്യം ചെയ്തതിലുള്ള മർദ്ദനം എന്നായിരുന്നു പരാതിയിന്മേൽ പോലീസ് ആദ്യം കാര്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് വാർത്തയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മട്ടാഞ്ചേരി സ്വദേശി ഷംനാസ്, പള്ളൂർ സ്വദേശി ഫാസിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തവരെ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആർ ബിന്ദു നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസറോടാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ എന്ത് ആക്രമണമാകാം എന്ന തരത്തിലുള്ള നിലപാട് സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ല എന്നൊരു സന്ദേശം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്കാണ് പോകുന്നത്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത്. മൂവാറ്റുപുഴയിൽ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഡയറികളിലാണ് പ്രതി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അനന്തു കൃഷ്ണനുമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം കൈമാറിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തിയത്. പ്രതിയുടെ ഐപാഡിൽ നിന്ന് കൂടുതൽ സംഭാവനയുടെ ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകൾ ഐപാഡിൽ നിന്നും കണ്ടെത്തിയെന്നാണ് വിവരം. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയതിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പേര് വിവരങ്ങൾ തെളിവായി ലഭിച്ചതോടെ ഒരു വിവരങ്ങളും പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കേസിൽ കൂട്ടുപ്രതികളാകുമെന്ന ഭീതിയാണ് ഇത്തരമൊരു നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് സൂചന. രാഷ്ട്രീയക്കാർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കേസുകൾ ഉണ്ടായപ്പോൾ അനന്തു കൃഷ്ണൻ രക്ഷപ്പെട്ടത് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണെന്നതും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. 2019 കൂൺ കൃഷി തട്ടിപ്പിലൂടെ തുടങ്ങിയ പ്രതിയുടെ തട്ടിപ്പ് ശൃംഖലയ്ക്കാണ് താൽക്കാലികമായി പിടിവീണിരിക്കുന്നത്. തട്ടിപ്പ് പണത്തിന്റെ വീതം വെക്കലിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമടക്കം കൈക്കൂലിയായി പണം കിട്ടിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. ഈ വിവരം പുറത്തു വന്നതോടെ അന്വേഷണ സംഘവും പ്രതിസന്ധിയിലാണ്. അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് പണത്തിന്റെ വീതം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പാതിവില തട്ടിപ്പിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരും പ്രതി. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. അനന്തു കൃഷ്ണനുമായി ബന്ധമില്ല എന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ പ്രതികരിച്ചു. കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച തെളിവെടുത്തു. ഇടപാടുകളിൽ സായി ഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിന് നേരിട്ട് ബന്ധം എന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞു. സന്നദ്ധ സംഘടനയുടെ പരാതിയിൽ 3-ാം പ്രതിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അനന്തു കൃഷ്ണനുമായി ബന്ധമില്ലെന്നും സായിഗ്രാമം ഡയറക്ടർ ആനന്ദ് കുമാറിനെ പരിചയമുണ്ടെന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. എനിക്കെതിരെ പരാതി കൊടുത്തവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അയാളെ ഞാൻ ഉള്ള 2 മീറ്റിങ്ങിൽ സ്വാഗതം ആശംസിച്ചിട്ടുണ്ടോന്നല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ പോലും അറിയാൻ പറ്റില്ല. അനന്തകുമാറായിട്ട് അറിയാം. അനന്തകുമാർ എന്നെ ഈ ഇതിലെ അഡ്വൈസർ ആക്കി തന്നു ആദ്യകാലത്ത്. പ്രതി അനന്തു കൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കി. നാഷണൽ NGOs കോൺഫെഡറേഷന്റെ പൊന്നിരുന്നി ഓഫീസ്, തമ്മനത്തും മറൈൻ ഡ്രൈവിലുമുള്ള അനന്തുവിന്റെ ഫ്ളാറ്റുകൾ,
കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. KN ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പല ഇടപാടുകളും നടത്തിയതെന്ന് അനന്തു കൃഷ്ണൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി. BJP നേതാവ് AN രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ലെന്നും മൊഴിയെടുപ്പിനിടെ അനന്തു കൃഷ്ണൻ. രാധാകൃഷ്ണൻ ജി, സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ്. അദ്ദേഹം ഇതിൽ നിന്ന് യാതൊരുവിധ പൈസയും മേടിച്ചിട്ടില്ല. അദ്ദേഹം ആനന്ദകുമാർ സാർ പറഞ്ഞതിനനുസരിച്ച് വന്നയാൾ മാത്രമാണ്. അനന്തകൃഷ്ണന്റെ കളമശ്ശേരിയിലെ ഓഫീസ് പോലീസ് പൂട്ടി സീൽ ചെയ്തു. അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 24 കൊച്ചി. കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അനന്തകൃഷ്ണനെ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം സഹായിച്ചുവെന്നാണ് ലാലി വിൻസെന്റിന്റെ ആരോപണം. KM എബ്രഹാമിന്റെ ബന്ധുവായ ബേബിയാണ് പൊന്നൂരിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ നവകേരള സദസ്സിന് 7 ലക്ഷം രൂപ സംഭാവന നൽകിയെന്നും ലാലി വിൻസെന്റ് ആരോപിച്ചു. ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. ഈ KM എബ്രഹാമിന്റെ ബന്ധു ബേബിയാണ് ഇവരുടെ പൊന്നുരുന്തിയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. അവർക്ക് 46 ലക്ഷം രൂപയോളം കൊടുത്തതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് അഭിഭാഷക ഫീസാണെന്നായിരുന്നു ലാലിയുടെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. അനന്തകൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടെന്ന് സന്ദീപ് വാര്യറും ആരോപിച്ചു. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കരുത് എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ മാത്രം ഇതിൽ യാതൊരു നടപടി ഉണ്ടാകാത്തത്. അതേസമയം പാതിവില തട്ടിപ്പിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. CSR ഫണ്ടിന്റെ പേരിൽ വ്യാപക പണപ്പിരിവ് നടക്കുന്നുവെന്നാണ് 2024 ജൂലൈയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. വിശദ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കൂടുതൽ പേരുടെ പണം നഷ്ടമാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. സംസ്ഥാന വ്യാപക തട്ടിപ്പിൽ നാളെ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറങ്ങിയേക്കും. ക്രൈംബ്രാഞ്ച് ക്രമസമാധാന വിഭാഗം ADGPമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. ദിലീപ് PC ഇതിനിടയിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ കർഷകർക്ക് 10 രൂപയ്ക്ക് താഴെ വില നൽകി വാങ്ങുന്ന പച്ചക്കറികളാണ് 4 മുതൽ 5 മടങ്ങ് വിലയിൽ മലബാറിലെ വിപണിയിൽ വിൽക്കുന്നത്. സർക്കാർ ഇതറിഞ്ഞ് വിപണിയിൽ ഇടപെടേണ്ട എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തും ഒരു പരിഗണനാ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരാറുണ്ട്. സർക്കാർ ഇങ്ങനെ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ടിടപെട്ട് കുറഞ്ഞ വിലയ്ക്ക് ഇത് ഉറപ്പ് നൽകും എന്ന് പറയാറുള്ളതാണ്. അതിനായുള്ള സംവിധാനങ്ങൾ ഹോർട്ടികോർപ്പൊക്കെ ആ നിലയ്ക്കാണ്. പക്ഷേ ഇടപെടലുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താനും. മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട. വടക്കൻ കേരളത്തിലും ഒട്ടേറെ പരാതികൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം പരാതികളുടെ എണ്ണം 2800 കടന്നിരിക്കുന്നു. വയനാട്ടിൽ നടന്നത് 20 കോടി രൂപയുടെ തട്ടിപ്പ്. ആനന്ദകുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവിനെതിരെയും പരാതിയുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിലെ മയിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 644 പരാതികൾ. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം തട്ടിപ്പും. ജില്ലയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി ഫെസിലിറ്റേറ്റിംഗ് ചാർജ് ഇനത്തിലും പണം പിരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി അനന്തകൃഷ്ണനും KN ആനന്ദകുമാറും വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലും പരാതി പ്രവാഹം. ജില്ലയിൽ 2000-ഓളം ആളുകളിൽ നിന്നായി 20 കോടി തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവരെ 366 പരാതികൾ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളായി ലഭിച്ചു. പാലക്കാട്, കൊല്ലങ്കോട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വഴിയാണ് തട്ടിപ്പ് നടന്നത്. ആനന്ദ്കുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്നും ആർക്കും പണം നഷ്ടമാവില്ലെന്നും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് KN ആനന്ദ്കുമാർ സാറാണ്. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ജില്ലയിലെയും സംസ്ഥാനത്തിലെ പല ഇംപ്ലിമെൻ്റ് ഏജൻസികളും NGO കോൺഫറൻസ് ജോയിൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി ഗുണഭോക്താക്കൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത്. കോഴിക്കോട് ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടന്നതായി ചൂണ്ടിക്കാട്ടി ബാലുശ്ശേരി സ്വദേശിനി പരാതി നൽകി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി കുട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി.
കാസർകോട് കുമ്പടാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. 33 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വായനശാലയുടെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനിടെ തട്ടിപ്പിനിരയായവർ വടക്കൻ പറവൂർ കോടതി പരിസരത്തും വയനാട് കൽപ്പറ്റയിലും ഒത്തുചേർന്നു. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രത്യേക മേൽനോട്ടം വേണമെന്ന റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ ചോർന്നെന്നും പരാമർശം. SFIയും DYFIയും ജില്ലയിൽ തീർത്തും നിർജ്ജീവമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. കരുവന്നൂരിലുണ്ടായ വീഴ്ചയിൽ പാഠം ഉൾക്കൊള്ളുന്നതാണ് CPIMന്റെ തൃശൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേട് ജില്ലയിലുടനീളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. നീതീകരിക്കാനാകാത്ത നടപടി സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തകർത്തുവെന്നും ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലും രൂക്ഷ വിമർശനം. നേതാക്കൾ പണത്തിന് പിന്നാലെ പോകുന്നത് വർദ്ധിച്ചു. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ മോശം പ്രവണതകൾ കടന്നുകൂടി. SFI, DYFI യൂണിറ്റുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കാത്ത അവസ്ഥ. തൃശൂർ മേയർ MK വർഗീസിനെതിരെയും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. 2.5 വർഷം MK വർഗീസിനും ബാക്കി 2.5 വർഷം LDFിനും എന്ന ടൈം വ്യവസ്ഥ MK വർഗീസ് അട്ടിമറിച്ചു. BJPയുടെ വളർച്ച അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിൽ വോട്ട് ചോർന്നു. LDF വോട്ടുകളും ചോർന്നുവെന്ന് വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ VS സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടുതൽ വോട്ട് സ്വരൂപിക്കാൻ ആശ്വാസമായെന്നും വ്യക്തമാക്കുന്നു. 24 തൃശൂർ. ഇപ്പോൾ മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വാർത്ത അറിയിക്കുന്നുണ്ട്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട റോഡരികിലെ ഗർത്തത്തിലേക്ക് വീണ അപകടം. മുക്കം അഗസ്തിമൊഴി മുക്കം ഹൈസ്കൂൾ റോഡിലാണ് ഈ അപകടമുണ്ടായത്. ഹൈസ്കൂൾ റോഡിലെ ഇറങ്ങി വരുമ്പോഴാണ് അപകടമുണ്ടായത്. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ മിഥില ബാലൻ അറിയിക്കുന്നത് കോഴിക്കോട് നിന്ന്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സ്കൂട്ടറിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് നിഗമനം. കൊടിയത്തൂർ കാരാട്ട് സ്വദേശികളായ നജ്നാബി 38 വയസ്സ്, ജാബനാസ് 17 വയസ്സ് എന്നിവർക്കാണ് പരിക്ക് എന്നാണ് ഇപ്പോൾ മിഥില അറിയിക്കുന്ന. ഇടവേളയ്ക്ക് ശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട് മുക്കത്താണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഗർത്തത്തിലേക്ക് വീണ് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റത്. അഗസ്തിമൊഴി മുക്കം ഹൈസ്കൂൾ റോഡിലാണ് ഈ അപകടം ഉണ്ടായത്. പരിക്കേറ്റ കൊടിയത്തൂർ കാരാട്ട് സ്വദേശികളെ മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് നിയന്ത്രണം വിടുകയായിരുന്നു ഈ സ്കൂട്ടർ. പിന്നീടാണ് റോഡരികിലെ ഗർത്തത്തിലേക്ക് പതിച്ചത്. 2 സ്ത്രീകൾക്കാണ് പരിക്കേറ്റുള്ളത്. ഏറ്റവും പുതിയ വിവരം എന്നത് ഇതിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. തലയ്ക്കാണ് 2 പേർക്കും പരിക്കേറ്റുള്ളത്. പരിക്കേറ്റവർ കൊടിയത്തൂർ കാരാട്ട് സ്വദേശികളായ നജ്നാബി 38 വയസ്സാണ്, ജാബിനാസ് 17 എന്നിവർക്കാണ് പരിക്കേറ്റുള്ളത്. ഇതിൽ ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഈ ഒരു ഗർത്തത്തിലേക്ക് പതിച്ചതിന് പിന്നാലെ മുക്കം ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ പുറത്തെടുത്തത്. പിന്നീട് KMCT ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇപ്പോൾ KMCT ആശുപത്രിയിലാണ് ഇരുവരും ഉള്ളത്. ഉന്മേഷ്. ശരി മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 31 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇന്ദ്രാവതി ദേശീയോദ്യാനത്തോട് ചേർന്ന വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം സുരക്ഷാസേനയ്ക്ക് ലഭിച്ചത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റുകളിൽ നിന്ന് AK-47, ഇൻസാസ് റൈഫിൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയ വൻ ആയുധശേഖരം കണ്ടെടുത്തു. സംയുക്ത സേനയുടെ നേതൃത്വത്തിലായിരുന്നു സമീപകാലത്തെ ഏറ്റവും വലിയ മാവോയിസ്റ്റുകൾക്കെതിരായ ദൗത്യം. മേഖലയിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഈ വർഷം ഇതുവരെ 81 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാസേന വധിച്ചത്. 24 ഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാവുകയാണ്. വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന നടത്തി. കാട്ടാനയുടെ മുന്നിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പാലക്കാട് പുലിയും പത്തനംതിട്ട ജനവാസ മേഖലയിൽ കാട്ടാനയും ഇറങ്ങിയത് ഭീതി പരത്തി. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ ഡ്രോൺ പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല.
14 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും ഇവിടെ സ്ഥാപിച്ചു. അന്ന് കണ്ട ദിവസം പോലെ അന്ന് പറയുന്ന ദിവസം പോലെ തന്നെ ഞങ്ങളിവിടെ ഫുൾ ടൈം പട്രോളിങ്ങും ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥാപിച്ച ക്യാമറയിൽ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ സ്ഥലത്ത് നമ്മൾ ക്യാമറകൾ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. പ്രദേശവാസികൾക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. പാടിവയലിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി വടുവഞ്ചാൽ സ്വദേശി മുർഷിദ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. പുതിയപാടി ആ വളവിൽ വെച്ചിട്ട് പെട്ടെന്ന് ആനേനെ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നിർത്താനും തിരിച്ചു പോകാനുള്ള ഒന്നൊരു സ്ഥലമല്ലാണ്ട് അത്രയും അടുത്തെത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാന്നുള്ള ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലിയുടെ മുന്നിൽ അകപ്പെട്ട പനംകുറ്റി സ്വദേശി ഡിബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. മസ്തകത്തിലെ മുറിവ് പുഴുവരിച്ച നിലയിലാണ്. ആനയ്ക്ക് ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. പത്തനംതിട്ടയിൽ കാട് കയറിയ പിടിയാന വീണ്ടും കല്ലാറിന് സമീപത്തെത്തി. പിടിയാനയോടൊപ്പം ആനക്കുട്ടിയും ഉണ്ടായിരുന്നു. തണ്ണിത്തോട് മേഖലയിലുള്ള ആനകളുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് അവശനിലയിൽ കല്ലാറിൽ ഒരു ദിവസം മുഴുവൻ കിടന്ന് കാട്ടാന കാടുകയറിയ ശേഷം കുട്ടിയാനയുമായി വീണ്ടും ജനവാസ മേഖലയിലെത്തുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഡോക്ടർ ഇന്നലെ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിനെ വിശദമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണ്ണിനൊക്കെ കാഴ്ച കുറവുണ്ടെന്നോ എന്തൊക്കെ ഗുരുതര പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പം പ്രയോറിറ്റി നൽകുന്നത് ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും തീയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകളെ കാടുകയറ്റാൻ ശ്രമിച്ചെങ്കിലും ആനകൾ പുഴയോരത്ത് തന്നെ തുടരുകയാണ്. കോന്നിയിൽ നിന്നുള്ള RRT സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 35 വയസ്സോളം പ്രായം കണക്കാക്കുന്ന പിടിയാന ശാരീരിക അവശതകൾ കാണിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വാഴ പിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ സുരക്ഷയോടെ മാറി. അങ്ങോട്ട് മാറണേ. അവിടെ കയറാൻ പറ്റില്ല. നിങ്ങൾ മേലോട്ട് കയറി പടക്കറിഞ്ഞാൽ മതി. നിങ്ങൾ മേലോട്ട് കയറണം. പുഴ മുറിച്ചു കടന്നാൽ തണ്ണിത്തോട് തേക്കുതോട് അടക്കമുള്ള ജനവാസ മേഖലയാണ്. ഇവിടെ ആനകൾ കയറാതിരിക്കാൻ ജാഗ്രത തുടരുന്നുണ്ട്. സഞ്ജയ് കുമാറിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകർ വിവിധ വിഷയങ്ങളിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ഒരു അപകട വാർത്ത നമ്മൾ നൽകിയിരുന്നു. കണ്ണൻ DA പറയുന്ന നിയമം മാത്രം കർക്കശമാക്കിയത് കൊണ്ട് കാര്യമില്ല, നല്ല റോഡുകളും സിഗ്നൽ സംവിധാനവും ഒക്കെ വേണം, അങ്ങനെയെങ്കിൽ മാത്രം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ നമ്മുടെ സംസ്ഥാനത്ത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റു വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇനി വാൽകഷ്ണം.